നീയാണ് ജീവിപ്പിക്കുന്നത്, നിന്റെ കഴിവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നിന്റെ പ്രത്യേക തീരുമാനത്തിലും ഖുദറത്തിലുമാണ് ഞങ്ങൾ മരിച്ചു പോകുന്നതും, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് മടങ്ങി വരേണ്ടതും. പടച്ച റബ്ബാണ് എല്ലാം നൽകുന്നവൻ എന്ന ബോധം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തരുന്നത് മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, നീ മുടക്കിയത് നൽകാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ദുആകളിലും ദിക്റുകളിലും അല്ലാഹുവിന്റെ ഖുദ്റത്തും അവന്റെ അറിവും അവന്റെ കഴിവും നമ്മൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? അവനെപ്പോലെ മറ്റൊരു ശക്തിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കാൻ, അവനെപ്പോലെ മറ്റൊരു ശക്തിയില്ലെന്ന് ദൃഢമായി നമ്മൾ വിശ്വസിക്കാൻ. ആ വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനെപ്പോലെ മറ്റുള്ളവരും നമ്മെ സഹായിക്കാനും രക്ഷിക്കാനും ശിക്ഷിക്കാനും ഉണ്ടെന്ന് വരുമ്പോഴാണ് ഉപകാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഉപദ്രവങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് സൃഷ്ടികളോട് പ്രാർത്ഥിക്കാനും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും മനുഷ്യന്മാർ മുതിരുന്നത്. അതൊരിക്കലും അല്ലാഹ് പൊറുക്കുന്ന സംഗതിയല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് എന്താ സഹോദരങ്ങളെ? ഒരു മുസ്ലിമിന്റെ, ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ അനക്കങ്ങൾ, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ക്രയവിക്രയങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ എല്ലാം ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിന് വിരുദ്ധമായിട്ട് ഉണ്ടായിക്കൂടാ. അതിനെതിരായിക്കൊണ്ട് ഒരു പ്രവൃത്തിയോ വാക്കോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് കൃത്യമായി തന്നെ ഈ ലോകത്തോട് പഠിപ്പിച്ചവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ പ്രയാസപ്പെട്ടപ്പോൾ, പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ, രോഗം കൊണ്ട് വിഷമിച്ചപ്പോൾ, സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിച്ചപ്പോൾ, അതുപോലെ തന്നെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ, ശത്രുക്കളുമായി മുഖാമുഖം നേരിടുന്ന സന്ദർഭത്തിൽ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കാവുന്ന ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ അത്തരം ഘട്ടങ്ങളിലെല്ലാം മനുഷ്യ, നിന്റെ മനസ്സ് നീ തിരിക്കേണ്ടത് നിന്റെ സൃഷ്ടാവായ അല്ലാഹുവിങ്കലേക്കാണെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ പ്രതിസന്ധികളിൽ മുഴുവനും റബ്ബിനോടാണ് തേടിയിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ ഇവിടെ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അതേ, എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കിക്കൊണ്ടാണ് നീങ്ങിയത്. ആ ഒരു ബോധമാണ് പ്രിയമുള്ള സഹോദരി സഹോദര നമ്മുടെയും ജീവിതത്തിൽ വേണ്ടത്. എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ട്. എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ആ റബ്ബിനോടേ പറയൂ. എൻ്റെ റബ്ബല്ലാതെ എനിക്കിതിൽ ബരമേൽപ്പിക്കാൻ ഒരാളുമില്ല, ഒരാളെയും എനിക്ക് സഹായിക്കാനും എന്നെ രക്ഷിക്കാനുമില്ല. ആ തവക്കുൽ ബോധം, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ആര് അല്ലാഹുവിൻ്റെ മേൽ തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹ് മതി, അവന് അല്ലാഹ് മതി. അപ്പൊ അല്ലാഹുവിനെ തവക്കുലാക്കാനുള്ള ഒരു പ്രത്യേകമായ ഈമാനികമായ ബോധം, ആ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നീ എന്ത് തീരുമാനമെടുക്കുമ്പോഴും, ഒരു കാര്യത്തെക്കുറിച്ച് നീ ശക്തമായി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നീ അല്ലാഹുവിൽ ബരമേൽപ്പിച്ചോ. അവനിൽ ബരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹ് നമ്മളെ സഹായിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ ഒരാൾക്കും തകർക്കാനാവില്ല. അല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കേണ്ടുന്ന വചനങ്ങളാണ്. ഈ അൻസുറുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സഹായിക്കുന്ന പക്ഷം ഫലാ ഗാലിബ ലക്കും,
നിങ്ങളെ അതിജയിക്കുന്ന ഒരു ശക്തിയുമില്ല കേട്ടോ. അതേ അവസരത്തിൽ അല്ല നിങ്ങളെ കൈയൊഴിഞ്ഞാലോ, അല്ല നിങ്ങളെ സഹായിക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിലോ നിങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് വഅലല്ലാഹ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിൻ്റെ മേൽ മാത്രം സത്യവിശ്വാസികൾ അവരുടെ എല്ലാ കാര്യങ്ങളും അർപ്പിക്കട്ടെ, ഏൽപ്പിക്കട്ടെ, തവക്കുലാക്കട്ടെ. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഈ കൃത്യമായ ആദർശം, ഈ ആദർശത്തെ അല്ല, അത് ശരിയല്ല എന്ന് പറയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ശക്തമായി ഇസ്ലാം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തു തൗഹീദിന്റെ ഈ ആദർശത്തെ മുസ്ലിമീങ്ങളെങ്കിലും ശരിക്കൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ പല ആളുകളും പറയും, എന്തിനാണ് മുസ്ലിമീങ്ങളോട് ശിർക്കിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നത്? മുസ്ലിമീങ്ങളിൽ അങ്ങനെ ശിർക്ക് വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ഉമ്മത്തിൽ ശിർക്കിനെ ഭയപ്പെട്ടിട്ടില്ല. ഈ ഉമ്മത്ത് ശിർക്ക് ചെയ്യൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുകയാണ്. എൻ്റെ ഉമ്മത്തിൽ ശിർക്കിനെ കുറിച്ച് ഒരു ആശങ്ക പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിട്ടില്ല. അങ്ങനെ അള്ളാന്റെ റസൂല് ഈ ഉമ്മത്തിൽ ശിർക്ക് വരില്ല എന്ന് പറയുമ്പോൾ, ഓ മുജാഹിദുകളെ, നിങ്ങൾ എന്തിനാണ് മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ബോധവൽക്കരിക്കാൻ നടക്കുന്നത് എന്ന് ചോദിക്കുന്ന, സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? അവിടുന്ന് പറയുന്നത്, ഈ ഉമ്മത്ത് മുഴുവനായി കൊണ്ട് ശിർക്കിലേക്ക് പോകില്ല, മുഴുവനായി കൊണ്ട് ഈ മുസ്ലിം സമുദായം ശിർക്കിലേക്ക് പോകില്ല. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയായി മുസ്ലിമീങ്ങളിലും ഈ ശിർക്ക് കടന്നു വരും എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ? അതേ, ലോകം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആളുകൾ ഈ സമുദായത്തിൽ പോലും ഉണ്ടാകുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ആളുകൾ അതാ ഒരു വിഭാഗം ആളുകൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? നമസ്കാരം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുന്നവരാണോ മുസ്ലിമീങ്ങൾ എല്ലാവരും? അവിടുന്ന് പഠിപ്പിച്ചതുപോലെ സകാത്ത് കൊടുത്ത് വീട്ടുന്നവരാണോ മുസ്ലിമീങ്ങൾ എല്ലാവരും? അവിടുന്ന് പഠിപ്പിച്ചതുപോലെ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നതിൽ കൃത്യനിഷ്ഠ പുലർത്തുന്നവരാണോ മുസ്ലിമീങ്ങൾ എല്ലാവരും? അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യങ്ങളിൽ കണിശത പുലർത്തുന്നവരാണോ മുസ്ലിമീങ്ങൾ മുഴുവനും? അല്ല എന്ന് ഇവിടെയുള്ള എല്ലാ മതസംഘടനകളും പറയുന്നു. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ നിലക്ക് ജനങ്ങളോട് പറയുന്നു, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട 4 കാര്യങ്ങളിലും മുസ്ലിമീങ്ങളിൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഫസാദുകളും നാശങ്ങളും ഒരുപോലെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതേ പ്രകാരം തന്നെ ഒന്നാമത്തെ സ്തംഭമായ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഓരോ മനുഷ്യനും പ്രഖ്യാപിക്കേണ്ടുന്ന ആ സത്യസാക്ഷ്യത്തിന്റെ വചനത്തിന്റെ പ്രയോഗവൽക്കരണത്തിലും അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നു എന്നതല്ലാതെ അതിൻ്റെ ശരിയായ ആശയം ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ ശരിയായ ആശയത്തിലൂടെ ജീവിക്കുന്ന ആളുകളല്ലാത്തവർ മുസ്ലിമീങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന ഏറ്റവും വലിയ ബോധവൽക്കരണം രാജ്യത്ത് മുഴുവനും മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയല്ലേ പ്രിയമുള്ളവരെ? ആർക്കാണത് നിഷേധിക്കാൻ സാധിക്കുക? അതേ, ദിനേന എന്നോണം പത്രങ്ങൾ പുറത്തുവിടുന്ന ഒട്ടേറെ വാർത്തകൾ. ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ നാനാജാതി മതസ്ഥരും ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ തന്നെ മതമില്ലാത്തവരുണ്ട്, പല രൂപത്തിലുള്ള വിശ്വാസക്കാരുണ്ട്, പലതിനെയും പൂജിക്കുന്നവരുണ്ട്, പലതിനെയും ആരാധിക്കുന്നവരുണ്ട്, ജന്തുക്കളെ ആരാധിക്കുന്നവരുണ്ട്, സസ്യലതാദികളെ ആരാധിക്കുന്നവരുണ്ട്, സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ പാമ്പ് വരെ എന്ന് പറയാവുന്ന നിലക്ക് വ്യത്യസ്തങ്ങളായ ജന്തുജാലങ്ങളെ പൂജിക്കുന്ന
ആരാധിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവയുടെ മുമ്പിൽ വണങ്ങുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഈ ലോകത്തില്ലേ? ഉണ്ട്. എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതിനെ എതിർത്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഹിന്ദുക്കളുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ച് അവർ ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾ അങ്ങനെ തന്നെ ജീവിക്കുന്നു. പക്ഷേ ലോകത്ത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു സത്യം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഓ മനുഷ്യരെ, എല്ലാവരും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ്. നമ്മുടെ എല്ലാം സൃഷ്ടാവ് ഒരുവനാണ്. ആ സൃഷ്ടാവിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം മറ്റുള്ളതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് എല്ലാവരെയും പരസ്പരം അറിയില്ല. എല്ലാ സൃഷ്ടികളെയും പടച്ചവനല്ലേ എല്ലാം അറിയുന്നവൻ. ഈ ഒരു സത്യം മനുഷ്യരോട് മുഴുവനായിക്കൊണ്ട് ഇസ്ലാം പറയുന്നു. അത് മുസ്ലിമീങ്ങളെങ്കിലും ശരിക്കും ഒന്ന് മനസ്സിലാക്കണ്ടേ. ഒരു വർഗീയതയുമില്ലാതെ, ഒരാളുടെയും ആരാധനാലയങ്ങൾക്ക് കോട്ടം വരുത്താതെ, ഒരാളുടെയും ആചാരങ്ങളെ തച്ച് തകർക്കാതെ, ഒരാളുടെയും സ്ഥാപനങ്ങളെ കയ്യേറാതെ, അതേ മുസ്ലിമീങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ ഇന്ത്യ രാജ്യത്ത്. അവർ ഒരിക്കലും സൗഹാർദ്ദമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള വിശ്വാസങ്ങളെ സ്വീകരിക്കേണ്ടവനല്ല. മറ്റുള്ള വിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങളിൽ സമീപിച്ചുകൊണ്ട് പൂജ നടത്തേണ്ടവനല്ല. ഓരോ ആളുകൾക്കും, ഒരാൾക്ക് ഹിന്ദുമതമാണ് ശരിയെന്ന് തോന്നിയാൽ അതിലേക്ക് പോയിട്ട് അവിടുത്തെ പൂജകൾ ചെയ്യാം. ഒരാൾക്ക് ഇസ്ലാമാണ് നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ ശരിയായ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് സമാധാനത്തോടെ അതിൻ്റെ ഇബാദത്തുകൾ അനുഷ്ഠിക്കാം. അതേ അവസരത്തിൽ ഇന്ന് അതല്ല കാണുന്നത്. സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അതേ മുസ്ലിമീങ്ങൾ എന്തു ചെയ്യുന്നു? അതേ ഹൈന്ദവ സഹോദരങ്ങളുടെ ആചാരങ്ങൾ അവരും ചെയ്യുകയാണ്. അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി പൂജകൾ നടത്തുകയാണ്. അവരുടെ ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഓ പ്രിയമുള്ള മുസ്ലിമേ, ഇതൊരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. ഓരോ വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും സമ്പ്രദായങ്ങളും അതാത് മതവിഭാഗങ്ങൾ ചെയ്യട്ടെ. അവർ സമാധാനപരമായി ഓരോരുത്തരും ജീവിക്കട്ടെ. സൗഹാർദ്ദം എന്ന് പറയുന്നത് പള്ളിയിൽ മറ്റുള്ള മതവിശ്വാസികളെ ഇരുത്തിയിട്ട് അവരെ നിർബന്ധിപ്പിച്ച് ഇവിടുത്തെ വല്ല കർമ്മങ്ങളും ചെയ്യിക്കലല്ല. അതുപോലെ അപ്പുറത്തെ ആരാധനാലയങ്ങളിൽ പോയി അവിടുത്തെ ആചാരങ്ങളും ചെയ്യലല്ല സൗഹാർദ്ദം. മനുഷ്യര് തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത്. എന്താണ് മനുഷ്യര് തമ്മിലുള്ള സൗഹാർദ്ദം? ഇവിടെയുള്ള ഹിന്ദുവാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അതേ സഹോദരങ്ങളായി ജീവിക്കുന്നു. പരസ്പരം അവർ സഹായിക്കുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടപെടുന്നു. അയൽക്കാരൻ ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ ഒരു മുസ്ലിം നോക്കാൻ പാടില്ല. ആര് കഷ്ടപ്പെടുമ്പോഴും ഹിന്ദു വിശന്നാലും ഹിന്ദുവിന്റെ വിശപ്പ് മാറ്റി കൊടുക്കണം. ക്രിസ്ത്യാനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അയൽക്കാരനോട് സ്നേഹം കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ മതം നോക്കാൻ പറഞ്ഞിട്ടില്ല, ജാതി നോക്കാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യനെന്ന നിലക്ക് എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവർക്കും വേണ്ട രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യണം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൗഹാർദ്ദം. അവിടുന്ന് യഹൂദികളുടെ ഇടയിൽ ജീവിച്ചിട്ടില്ലേ? ക്രിസ്ത്യാനികൾക്കിടയിൽ ജീവിച്ചിട്ടില്ലേ? വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്ന ആരാധിച്ചിരുന്ന ആളുകൾക്കിടയിൽ ജീവിച്ചിട്ടില്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പരസ്പരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടക്കുന്ന മറ്റുള്ള മതങ്ങളുടെ ഒരു പൂജാ കേന്ദ്രത്തിലേക്കും പോയി അവിടെ പോയി വണങ്ങിയിട്ടില്ല. അവിടെ പോയി ഒന്ന് കൈ ഉയർത്തി അഭിവാദ്യം അർപ്പിച്ചിട്ടില്ല. അങ്ങോട്ട് എന്തെങ്കിലും ഒരു നേർച്ച കൊടുത്തിട്ടില്ല. അവിടെ പോയിരുന്ന് അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അതേ അവസരത്തിൽ അതാ മനുഷ്യരെന്ന നിലക്ക് എല്ലാവരോടും സൗഹാർദ്ദം തന്നെയാണ്. ദീനിന്റെ കാര്യത്തിൽ മുസ്ലിമാവട്ടെ എന്തു ചെയ്യണം? മുസ്ലിമിന് അവന്റെ ദീന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് സൗഹാർദ്ദത്തിൽ ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറയുന്നത് എൻ്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏത് മതവിശ്വാസികളും മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം മാനുഷികമായി എല്ലാ ജനങ്ങളോടും സൗഹാർദ്ദത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നവരാണ്. അതേ അവസരത്തിൽ ഓരോരുത്തരും അവരവരുടെ മതവിശ്വാസങ്ങളെ കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കേണ്ടവരല്ല.
മതത്തിന്റെ കാര്യത്തിൽ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. പരിശുദ്ധ ഖുർആനതാ കൃത്യമായി തന്നെ ഈ ആദർശം പഠിപ്പിച്ചിട്ടില്ലേ? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു വിഗ്രഹാരാധകരെയോ ഏതെങ്കിലും ഒരു യഹൂദിയെയോ ഏതെങ്കിലും ഒരു നസ്രാനിയെയോ വാള് കാട്ടി പേടിപ്പിച്ചുകൊണ്ട് കടന്നോ ഇസ്ലാമിലേക്ക്, ഇല്ലെങ്കിൽ നിന്റെ തല ഞാൻ കൊയ്യുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത തത്വം എന്താണ്? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല ജനങ്ങളെ. സത്യം അവിടുന്ന് ഓതിക്കേൽപ്പിച്ചു, അത് കേട്ട് സത്യമാണെന്ന് സ്വീകരിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവൻ തള്ളിക്കളയട്ടെ. അതാണ് ഇസ്ലാമിന്റെ നയം. ഒരിടത്തും തീവ്രതയില്ല, വർഗീയതയില്ല, ഭീകരവാദമില്ല. മുജാഹിദുകൾ പറയുന്നത് ജനങ്ങളോട് ഇതാണ്. ആദർശം ഓരോരുത്തരും അവരവരുടെ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലക്കുള്ള കാര്യങ്ങളിൽ സൗഹാർദ്ദത്തോടെ ജീവിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സൗഹാർദ്ദ ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് മതസൗഹാർദ്ദം എന്ന ഓമന പേരിട്ടിട്ട് പരസ്പരം അതാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറ്റുള്ളവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും വിശ്വാസങ്ങളും രീതികളുമൊക്കെ അവരവരും ചെയ്തുകൊണ്ടൊരു സൗഹാർദ്ദം കാണിക്കുന്ന രീതി, അത് ശരിയായ രീതിയല്ല. ഇതാണ് മുജാഹിദുകൾ ലോകത്തോട് പറയുന്നത്. അതേ അവസരത്തിൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പഠിപ്പിച്ചു എന്ത്? അല്ല കേൾക്കുന്നത് പോലെ അല്ലാഹനെ പോലെയുള്ളവരെ അല്ലയാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ പടച്ച റബ്ബിനുള്ള കഴിവുകളൊക്കെ അള്ളാഹുവിന് സ്വന്തമായിട്ടുള്ളതാണ്, മറ്റുള്ളവരുടെ കഴിവുകളൊക്കെ അള്ളാഹു കൊടുത്തതാണ് എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എവിടെയും പോയി ആരോടും എന്തും ചോദിച്ചാൽ അതൊന്നും അള്ളാഹു വെറുക്കുന്ന, ഒരിക്കലും പൊറുക്കില്ലെന്ന് പറഞ്ഞ ശിർക്കായി മാറുകയില്ല എന്ന് ജനങ്ങളോട് ഫത്വ കൊടുത്തപ്പോൾ വലിയ വലിയ നേതാക്കന്മാര് വരെ പല അമ്മമാരുടെയും കാൽ കീഴിലേക്ക് അനുഗ്രഹം തേടിക്കൊണ്ടുപോയി. കേരളത്തിലതാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ വിഭാഗം ആളുകൾ, കേരളത്തിലെ AP വിഭാഗം സമസ്തയുടെ വലിയ നേതാവെന്ന് പറയുന്ന വ്യക്തി, അതേ അവരുടെ ജീവനാടി എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന വ്യക്തി സാക്ഷാൽ CM ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യനതാ മാതാമൃതാനന്ദമയിയുടെ മുമ്പിൽ പോയി അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ വിനയത്തോടെ നിൽക്കുന്ന ഫോട്ടോ കേരളത്തിലെ പത്രങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നതാണ്. ഓ സഹോദരാ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരാളുടെയും അനുഗ്രഹം തേടാൻ പോകുന്നവനല്ല. പടച്ച റബ്ബാണ് അവന് നൽകുന്നത്, പടച്ച റബ്ബാണ് അവന് നൽകാതിരിക്കുന്നത്. നൽകുന്നവൻ അവനാണ്, തടയുന്നവൻ അവനാണ്. അവനാണ് നമുക്കത് തീരുമാനിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനോട് മാത്രമേ നിങ്ങൾ തേടാവൂ, പ്രാർത്ഥിക്കാവൂ എന്ന മഹത്തായ ഇസ്ലാമികമായ ആദർശത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പല രൂപത്തിലുള്ള ആഘോഷങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും ഈ സമുദായം പോകുമ്പോൾ ശക്തമായ നിലക്ക് അവർക്കിടയിൽ മുന്നറിയിപ്പുമായി കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, ഇതൊരു വർഗീയത പറയുന്നതല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഖബറിടത്തിലേക്ക് പോയിക്കൊണ്ട് ഖബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്യുന്ന സമ്പ്രദായം പോലും മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിന്റെ പേരിൽ രാജ്യത്തൊരുപാട് ദർഗകൾ, ഇസ്ലാമിന്റെ പേരിൽ രാജ്യത്തൊരുപാട് മഖാമുകളും ജാറങ്ങളും, അതേ അതിൽ പുണ്യാളന്മാരെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലുള്ള ഖബറുകളിലേക്ക്, മഖാമുകളിലേക്ക്, ദർഗകളിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. എന്തിനു വേണ്ടി? ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട്, അദ്ദേഹത്തിൽ നിന്നുണ്ടാകാവുന്ന ഏതെങ്കിലും നിലക്കുള്ള തൃപ്തികേടുകൊണ്ട് വല്ല ഉപദ്രവങ്ങളും ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ മാത്രം ഉപകാരോപദ്രവത്തിന്റെ കേന്ദ്രമായി കാണാതെ സൃഷ്ടികളിലേക്ക് ജനങ്ങൾ തിരിയുന്ന ഈ ഒരവസ്ഥാവിശേഷം വന്നപ്പോൾ ശക്തമായ നിലക്ക് ഇസ്ലാം പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഒരു ഇലാഹില്ല, അല്ലാഹ് അല്ലാതെ ഒരു ആരാധ്യനില്ല.
പടച്ച റബ്ബാണ് നിന്റെ എല്ലാം കേൾക്കുന്നവൻ, അറിയുന്നവൻ, കാണുന്നവൻ, മനസ്സിലാക്കുന്നവൻ. അവനെ വിട്ട് മറ്റൊരു പടപ്പിലേക്ക് തിരിയരുത്. അതേ അവസരത്തിൽ സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കേണ്ടുന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ അത് നിങ്ങൾ പരസ്പരം നടത്തിക്കോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോളൂ, സഹായിച്ചോളൂ, സഹകരിച്ചോളൂ. അതേ അവസരത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്തു തരാൻ കഴിവുള്ള ശക്തി അല്ലാഹു റബ്ബുൽ ആലമീൻ അവനല്ലാതെ മറ്റൊരു ശക്തിയില്ല എന്ന ഏറ്റവും വലിയ പരമമായ സത്യം ജനതയോട് പഠിപ്പിക്കുമ്പോൾ ആ സത്യത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലരും ജനങ്ങളെ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരതാ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പൂജാവിധികളിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്ന് ഉപകാരങ്ങളും ഉപദ്രവങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ദർഗകളിലേക്ക് പോകുന്നത് പോലെ, മഖാമുകളിലേക്കും ജാറങ്ങളിലേക്കും പോകുന്നത് പോലെ ഈ രൂപത്തിലുള്ള പ്രത്യേകമായ അവസ്ഥാവിശേഷത്തിലേക്ക് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് കേന്ദ്രമായി തീരുന്ന സ്ഥലങ്ങളേതാ? നമ്മുടെയൊക്കെ നാടുകളിലുള്ള ദർഗകൾ, ജാറങ്ങൾ. ആ ജാറങ്ങളിലൂടെ, മഖാമുകളിലൂടെ ജനങ്ങളെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കേന്ദ്രം ഇവിടെയാണ്. ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണോ, നിങ്ങളുടെ രോഗങ്ങൾ മാറണോ, നിങ്ങൾക്ക് വിഷം തീണ്ടിയാൽ ആ വിഷത്തിന് നിങ്ങൾക്ക് നിവാരണം വേണോ, നിങ്ങൾക്ക് ശമനം വേണോ, സന്താനലബ്ധി വേണോ, നൂറുകണക്കിന് ആവശ്യങ്ങൾക്ക് ജനങ്ങളെ കെട്ടി ഉയർത്തപ്പെട്ട ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ഇത് പറയുമ്പോൾ പലപ്പോഴും ജനങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അവർക്ക് ഖബറിലേക്ക് പോകുന്നത് തന്നെ ശിർക്കായതുകൊണ്ടാണ് അവരിതിനെ എതിർക്കുന്നത് എന്നാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് ഖബറിനെ സമീപിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ചിരുന്നിട്ടില്ല. ആരുടെ ഖബറാണെങ്കിലും ആ ഖബർ നമുക്ക് പോയി സന്ദർശിക്കാം. അതിലൂടെ നമുക്ക് പരലോക ബോധമുണ്ടാക്കാം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാക്കാം, എനിക്കും മരിച്ചു പോകണം എന്ന ചിന്തയുണ്ടാക്കാം. ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ഖബറുകളെ സന്ദർശിച്ചോളൂ. ഖബറിൽ കിടക്കുന്ന വ്യക്തി മുസ്ലിമാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർഹിക്കുന്ന, അള്ളാഹു അനുവദിച്ച് തന്നിട്ടുള്ളയാളാണ് ഖബറിടത്തിലുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ശാന്തി നൽകണമേ, അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ ഖബറിൽ രക്ഷ നൽകണമേ എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ശാന്തിക്ക് വേണ്ടി ദുആ ചെയ്യുവാനുമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ, ഓ പ്രിയമുള്ള സഹോദരാ, ഇന്ന് ഖബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടാനാണ്. അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീസൂനാ ഇദാ ഇസ്തദ്ദത് അലൈനാ കറായിബു ലൈസ ഫിഹാ മൻ യഖീനാ. ശുഹദാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ദർഗകളിലേക്ക്, മഖാമുകളിലേക്ക്, ജാറങ്ങളിലേക്ക് അതേ ആളുകൾ പോകുന്നത് അവരെ സന്ദർശിച്ച് തിരിച്ചു പോരാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിന് വേണ്ടി മാത്രമല്ല, അവരിൽ നിന്ന് ആഗ്രഹങ്ങൾ നേടാനാണ്, അവരോട് സങ്കടം പറയാനാണ്, ആ ഖബറുകളെ തൊട്ടുമുത്തി അനുഗ്രഹം തേടാനാണ്, ബറക്കത്തെടുക്കാനാണ്. ആ ഖബറുകളുടെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നു. മുസ്ലിമേ, ഒരൊറ്റ ഖബറും, ഒരു മുസ്ലിമിന്റെ ഖബറും ഇസ്ലാമിൽ ഒരു ചാണിലപ്പുറം ഉയർത്താൻ അനുവാദമില്ല. ഒരു ചാണിലപ്പുറം ഉയർത്താൻ ഒരു ഖബറും അനുവദിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രീതി അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും സ്വഹാബാ കിറാമിന്റെ കാലത്തും അന്ന് എത്രയോ സഹാബിമാര് വഫാത്തായി പോയില്ലേ? അവരുടെ ആരുടെയും ഖബറിടം ഇന്നതാ ചില ഉപ്പാപ്പമാരുടേതെന്ന് പറയുന്ന, ബീവിമാരുടേതെന്ന് പറയുന്ന, അതേ മൂപ്പന്മാരുടേതെന്നൊക്കെ പറയപ്പെടുന്ന ജാറങ്ങൾ കെട്ടി ഉയർത്തി അതിന്മേൽ താബൂത്തും പെട്ടിയുമൊക്കെ മൂടിയിട്ട് അതിന്മേൽ വസ്ത്രം കൊണ്ട് മൂടിപ്പുരച്ച് കിടക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബത്തോ ഒരു ഖബറിനെയും അങ്ങനെയാക്കി തീർത്തിട്ടില്ല. ഇത് വളരെ സത്യമാണെന്ന യാഥാർത്ഥ്യം അതേ അടുത്ത കാലത്ത് ഈ കാര്യത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികൾ പോലും സമ്മതിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഇതൊക്കെ മദീനയിലുണ്ടല്ലോ. ഒരു ചാണിലപ്പുറം അതൊന്നും ഉയർത്തപ്പെട്ടിട്ടില്ലെന്നും അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്നും
അതേ മുസ്ലിയാക്കൾ വരെ ഇന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഒരു ചാണിലപ്പുറം ഒരു ഖബറും ഉയർത്തിക്കൂടാ. അന്നൊക്കെ മദീനയിലെ കുബ്ബ നോക്കൂ, ഖബർ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നവർക്ക് പോലും അവസാന സമയത്ത് സമ്മതിക്കേണ്ടി വന്നു. നബി തങ്ങളുടെ ഖബറും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. ഈ പുണ്യമുള്ള രൂപമാണ് മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ചാണുയർത്തപ്പെട്ട ഒരു ഖബറുകളും അതിന്മേൽ തുണി മൂടാൻ ഇസ്ലാമിൽ നിർദ്ദേശമില്ല. അതിന്മേൽ മുത്തമിടാൻ നിർദ്ദേശമില്ല. ചുംബിക്കാൻ പാടില്ല, പൂവ് വിതറാൻ പാടില്ല, വിളക്ക് കൊളുത്താൻ പാടില്ല, അവിടെ എണ്ണ വെച്ച് ആ വെണ്ണ ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോകാൻ പാടില്ല, അവിടുത്തെ മണ്ണെടുത്ത് വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊണ്ടുപോകാൻ പാടില്ല. അവിടെ ഏതെങ്കിലും നിലക്ക് ആ ഖബറുകളെ തവാഫ് എന്ന് പറയാനാ ചിലർക്ക് മടി. യാസീൻ ഓതിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ നടക്കാനാ പറയണത്. എത്രത്തോളം നമ്മൾ കഅബ തവാഫ് ചെയ്യുന്നില്ലേ, അതേപോലെ ഖബറിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന ആളുകൾ. അത് ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത്, നിങ്ങളതിന് തവാഫ് എന്തിനാ പേരിടുന്നത്? ഞങ്ങൾ യാസീൻ ഓതിയിട്ട് വട്ടത്തിൽ നടക്കേണേ, യാസീനോരി വട്ടത്തിൽ നടക്കാണ്. അതെന്നെ ചുറ്റല്, അതെന്നെയാണ് ജാറം ചുറ്റൽ, അതെന്നെയാണ് ദർഗ ചുറ്റൽ. മാത്രമല്ല ജാറത്തിന് മീതെ വെച്ചിട്ടുള്ള പെട്ടിയെടുത്തുകൊണ്ട് താബൂത്ത് കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാടിയിലൂടെ അങ്ങാടി പ്രദക്ഷിണം, പട്ടണ പ്രദക്ഷിണം നടത്തൽ, ഒട്ടേറെ സംഭവങ്ങൾ ഇന്ന് നിങ്ങളുടെയൊക്കെ പരിസരത്ത് നടക്കുന്നില്ലേ? ചേറ്റുവ എന്താ നടന്നത്? മണത്തലയിൽ എന്താണ് നടക്കാറുള്ളത്? എടക്കഴിയൂരിൽ എന്താണ് നടക്കാറുള്ളത്? വട്ടേക്കാട് എന്താണ് നടക്കാറുള്ളത്? പ്രിയമുള്ളവരെ, മുസ്ലിമിന്റെ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു